താഴ്വാരത്തിലേക്ക് തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. ആ വാക്യം എടുത്തിട്ട് വായിക്കാമോ? രാത്രി കഴിച്ചു. നേരെ വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ വിളിച്ചു. അപ്പോൾ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച യേശു കർത്താവ് രാവിലെ വലിയൊരു നിയോഗത്തിന് തൊട്ടു മുമ്പായിട്ട് തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. ഹല്ലേലൂയ. അടുത്തൊരു ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവരുവാൻ ഹല്ലേലൂയ. തന്റെ കൂടെ നിന്നവർ അനേകരുണ്ട്. സ്തോത്രം. തന്റെ കൂടെ നിന്ന ഹല്ലേലൂയ ബന്ധുമിത്രാദികളുണ്ട്. ഹല്ലേലൂയ. ദേവാലയത്തിൽ കണ്ടവരുണ്ട്. തന്നിൽ കൂടി അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തവരുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ഇതൊന്നും നോക്കാതെ ദൈവവചനം പറയുന്നു, തനിക്ക് ബോധിച്ചവരെ സ്തോത്രം ഹല്ലേലൂയ യേശു കർത്താവ് അടുക്കൽ വിളിച്ചു. സ്തോത്രം ഹല്ലേലൂയ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിനകത്തും കർത്താവ് നമ്മളെ ബോധിക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മൾ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ മാനേജറിന് നമ്മളെ ബോധിച്ചെങ്കിൽ നമുക്കതൊരു പ്രിവിലേജ്. സ്തോത്രം ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ കൂടിയിരിക്കുന്ന ബന്ധുമിത്രാദികളുടെ അടുത്ത്, മറ്റുള്ളവരുടെ അടുത്ത്, സ്തോത്രം ശാസ്ത്രക്കാരുടെ അടുത്ത് എല്ലാവരും നമ്മളെ സ്നേഹിക്കുവാണെങ്കിൽ, എല്ലാവരും നമ്മളെ ചേർത്ത് നിർത്തുവാണെങ്കിൽ എന്താ നമുക്ക് വലിയ ഇഷ്ടമാണ്. സ്തോത്രം വലിയ സന്തോഷം. പക്ഷേ യേശു കർത്താവിനെ ബോധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഹല്ലേലൂയ. മറ്റാരും ബോധിച്ചില്ലെങ്കിലും സ്തോത്രം ഹല്ലേലൂയ ഒന്ന് ഇന്ന് പകൽ ഉറപ്പോടെ വിശ്വസിച്ചോണം, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചോണം, അല്ലെങ്കിൽ നാം ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ കർത്താവിനോട് ചോദിക്കണം, കർത്താവേ ഞാൻ ചെയ്യുന്നത്, ഞാൻ ചെയ്ത പ്രവൃത്തികൾ കർത്താവിനെ ബോധിക്കക്ക നിലവാരത്തിലാണോ എന്ന് നമ്മളെ തന്നെ ഓരോ ദിവസവും പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ യേശു കർത്താവ് എന്ത് ചെയ്തു? തനിക്ക് ബോധിച്ചവരെ നിർത്തി. നമുക്ക് ബോധിച്ചവരെ. അപ്പോൾ യേശു കർത്താവിന്റെ സെലക്ഷൻ വീണവരാണ് എല്ലാവരും. എത്ര വിശ്വസിക്കുന്നു? കാട്ടൊലിവായിരുന്ന നമ്മളെ, അന്യനും പരദേശിയുമായിരുന്ന നമ്മളെ ദൈവം വിളിച്ചു കൊണ്ടുവന്ന് വേർതിരിച്ച് എന്ത് ചെയ്തു? മക്കളാക്കി തീർത്തു, അവകാശികളാക്കി തീർത്തു. സ്തോത്രം. അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്ന് പകൽ ഹല്ലേലൂയ ഒരു ഉറപ്പുണ്ടാകണം. ഹല്ലേലൂയ ഒരു വിശ്വാസം ഉണ്ടാകണം. ഹല്ലേലൂയ ദൈവം എന്നെ തിരഞ്ഞെടുത്തതിന്റെ പിന്നിലെ പദ്ധതി എന്താണ്? ഹല്ലേലൂയ ദൈവം എന്നെ കണ്ടതിന്റെ ഉദ്ദേശം എന്താണ്? ദൈവം എന്നെ വിളിച്ച് ഈ ആലയത്തിനകത്ത് കൊണ്ടുവന്ന് നിർത്തിയതിനകത്തെ ഉദ്ദേശം എന്താണ്? ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ മുമ്പേ ദൂരസ്ഥനായിരുന്ന നമ്മുടെ ക്രിസ്തുവിൽ സമീപസ്ഥനാക്കി തീർത്ത ആ ദൈവത്തിന്റെ മനസ്സറിയുക, ആ ദൈവത്തിന്റെ കൃപയെ ഓർത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവം പരദേശിയുമായിരുന്ന നമ്മളെ ദൈവത്തോട് ചോദിക്കുന്ന, കർത്താവേ എന്ത് യോഗ്യത എന്നെ കണ്ടത്? സ്തോത്രഹല്ലേലൂയ. ഒരു യോഗ്യതയില്ലാതിരുന്ന എന്നെ കർത്താവിന്റെ കൃപ, സ്തോത്രം ദൈവത്തിന്റെ അഭിഷേകം. നമുക്കറിയാം, ഈ കൃപയും അഭിഷേകവും ദൈവസാന്നിധ്യവും ഉള്ളവർക്ക് ഇല്ലെങ്കിൽ സ്തോത്രം നാം സാധാരണ ആൾക്കാരെ പോലെ. നമ്മളെ വ്യത്യസ്തരാക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിൽ നമ്മളിൽ പകർന്ന കൃപയും അഭിഷേകവും ദൈവസാന്നിധ്യവും ഒക്കെയാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തതയുള്ളവരാക്കുന്നത്, അല്ലെങ്കിൽ വ്യത്യാസമുള്ളവരാക്കുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ എത്ര വിശ്വസിക്കുന്നു, ഞാൻ മറ്റുള്ളവരെ പോലെയല്ല, എന്നിൽ ദൈവം ഒരു വ്യത്യസ്തത ഇട്ടിട്ടുണ്ട്. സ്തോത്രം. വിശ്വസിക്കുന്നു. മറ്റുള്ളവർ കാണുമ്പോൾ അത് തിരിച്ചറിയണം, ഇവരിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്, ഇവരിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന് മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ അവർക്ക് തോന്നണം. അപ്പോൾ യേശു കർത്താവ് എന്താ ചെയ്യുന്നത്? ഒത്തിരി പേരുണ്ടായിരുന്നു, ഒത്തിരി പേരുണ്ടായിരുന്നതിന്റെ മധ്യത്തിലും ചിലരെ മാത്രം വളരെ ദീർഘസമയത്തെ രാത്രിയുടെ യാമങ്ങളിൽ മുഴുവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് തനിക്ക് ബോധിച്ചവരെ തിരഞ്ഞെടുത്തു. തനിക്ക് ബോധിച്ചവരെ തിരഞ്ഞെടുത്തു. അപ്പോൾ യേശു കർത്താവിനെ നമ്മൾ കാണുന്ന ഒരു മാതൃകയാണ്. യേശു കർത്താവ് പ്രാർത്ഥന ജീവിതമുണ്ടാകുന്നു. യേശു കർത്താവിന്റെ ജീവിതത്തിനകത്ത് യേശു കർത്താവ് ആരെയും അല്ലെങ്കിൽ ശിഷ്യന്മാരെ പോലും ഭൂതങ്ങളെ പുറത്താക്കാൻ പഠിപ്പിച്ചു കൊടുത്തില്ല. ഏകനാണെന്ന് പഠിപ്പിച്ചു കൊടുത്തില്ല. നിങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കണമെന്ന് പറഞ്ഞ് ഒരു തിയോളജി പറഞ്ഞു കൊടുത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞ് ശുശ്രൂഷയുടെ ചില ടിപ്സുകൾ
ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ദൈവമേ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ചില മേഖലകൾക്കകത്തേക്ക് നാം സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. എന്തുണ്ടായിരിക്കണം? പ്രാർത്ഥന ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ യേശു കർത്താവ് ബോധിച്ചവരെ തിരഞ്ഞെടുത്തു. ഈ ബോധിച്ചവരെ തിരഞ്ഞെടുത്തതിന് ഉദ്ദേശം ഉണ്ടായിരുന്നു. അതാണ് വായിച്ചത്. വായിക്കാമോ? തന്നോടുകൂടെ ഇരിപ്പാൻ, പ്രസംഗിക്കേണ്ട ന്യായപ്പാൻ, ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം. അപ്പോൾ യേശു കർത്താവ് വിളിച്ചതിന്റെ 3 ഉദ്ദേശം നമുക്ക് കാണാൻ കഴിയുന്നു. ഒന്ന്, കൂടെ ഇരിക്കുക. 2, ദൈവത്തിന്റെ നാമം ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, പട്ടണങ്ങളിൽ ചെന്ന് പ്രസംഗിക്കുക. 3, ഭൂതങ്ങളുടെ മേലുള്ള അധികാരം അല്ലെങ്കിൽ അധികാരം അവർക്ക് കൊടുത്തു. അങ്ങനെ 3 കാര്യങ്ങൾ എത്തിയൊരു യേശു കർത്താവ് അവരുടെ ജീവിതത്തിനകത്ത് കൊടുത്തു. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ കൂടെ ഇരിക്കുന്നവനെ ദൈവം അയക്കും. ഒന്നാമതായി കാണുന്നു കൂടെ ഇരുന്ന. ഒരു വാക്കിന്റെ ആത്മാവിൽ ഞാൻ പറയാം, കൂടെ ഇരിക്കുന്നവരെ ദൈവം അയക്കും. ദൈവം അയക്കാൻ ആഗ്രഹിക്കുന്നവരെ ദൈവം അധികാരം കൊണ്ട് നിറയ്ക്കും. ആദ്യം അധികാരമോ ആദ്യം പ്രസംഗിക്കാനുള്ള പ്രസംഗ കുറിപ്പുകളോ അല്ല. ശുശ്രൂഷയിൽ ശക്തമായി മുന്നേറാൻ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്നിരിക്കുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഒന്നാമത്തെ സ്റ്റെപ്പ് കർത്താവിനോട് ചേർന്നിരിക്കുക. അങ്ങനെ കർത്താവിനോട് ചേർന്നിരിക്കുന്നവരെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. അവരുടെ ജീവിതത്തിനകത്താണ് ദൈവം അധികാരം കൊടുക്കുന്നത്. അങ്ങനെ യേശു കർത്താവിനെ വിളിച്ച് കൊണ്ടുവന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ഒന്ന്, നിങ്ങൾ ചേർന്നിരുന്നാൽ നിങ്ങൾ ഇതുവരെ കാണാത്ത മേഖലകൾക്കകത്തേക്ക് ദൈവത്തിന്റെ ആത്മാവ് അയക്കും. മറ്റൊന്ന്, വെറുതെ അയക്കുന്നത് അധികാരത്തോടെ അയക്കും. ഇതുപോലെ ദൈവാത്മാവ് പറയുന്നു, ചിലരോട് നോക്കി ആത്മാവിൽ പ്രവചിക്കുന്ന കുഞ്ഞേ, നീ ദൈവസന്നിധിയിൽ ദൈവ സാന്നിധ്യത്തോട് ഈ ദിവസങ്ങളിൽ ചേർന്നിരുന്നതിനേക്കാൾ അധികമായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ ചേർന്നിരിക്കാൻ തയ്യാറുണ്ടോ? കർത്താവിനോട് പറ്റിയിരിക്കാൻ തയ്യാറുണ്ടോ? അധികാരത്താൽ നിറയ്ക്കുക ദൈവമോ? അധികാരം ഇല്ലെങ്കിൽ, ദൈവിക അധികാരം നമുക്കില്ലെങ്കിൽ നാം ചെയ്യുന്നതൊക്കെ വൃദ്ധമായി പോകും. വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെ ഇല്ലമായിരിക്കും. നാം ചെയ്യുന്ന പ്രവൃത്തികൾക്കൊന്നും ധാർമ്മികമായി പോകും. നാം ചെയ്യുന്ന പ്രവൃത്തികൾക്കൊന്നും റിസൾട്ട് ഇല്ലാതായി പോകും. പക്ഷേ അധികാരത്തോടെ ചെയ്യുന്ന ഇടത്തിനകത്തെല്ലാം ദൈവികമായ റിസൾട്ടുകൾ വെളിപ്പെടും. അപ്പോൾ ദൈവസന്നിധിയിൽ ദൈവത്തോട് കൂടെ ഇരുന്നവന്റെ പ്രത്യേകതയാണ് ഇന്ന് പുറക്കാലം നാം ചിന്തിച്ചാൽ നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം 17-18 വാക്യങ്ങൾ വായിച്ചാൽ പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം 17-18 വാക്യം. അതിന് 29-ാമത്തെ വാക്യം വായിച്ചു. 24-29 തന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചു. മോശ സീനായിയുടെ മലയുടെ മുകളിലേക്ക് പോയ സാധാരണക്കാരനായിട്ട്
40 രാവും 40 പകലും ദൈവസന്നിധിയിൽ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ദിനങ്ങളായിരുന്നു മോശയ്ക്ക്. സ്തോത്രം. പക്ഷേ വാക്യം പറയുന്നത് തന്റെ ത്വക്ക് പ്രകാശിച്ചു. തന്റെ ത്വക്ക് പ്രകാശിച്ചു. തന്റെ മുഖത്തൊരു പ്രകാശം വന്നത് മോശ അറിയില്ല. സ്തോത്രം. മോശ തിരിച്ചറിയില്ല. പക്ഷേ താഴ്വാരത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ജനം തിരിച്ചറിഞ്ഞു. സ്തോത്രം. മോശയുടെ മുഖത്തിനകത്ത് എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന്. സ്തോത്രം. അപ്പോൾ ഈ മോശ 40 ദിവസം ഉപവസിച്ചതിന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് സംഭവിച്ചത് തന്റെ ത്വക്കിനകത്തൊരു മാറ്റം വന്നു. തനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയില്ല. തന്നിൽ വരുത്തിയ മാറ്റം എന്താണെന്ന് മോശയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ പാളയത്തിലിറങ്ങിയപ്പോൾ ജനം തിരിച്ചറിഞ്ഞു. ദൈവങ്ങളെ, നാം പലപ്പോഴും ദൈവസന്നിധിയിൽ പാടുന്നതിന്റെ, പ്രാർത്ഥിക്കുന്നതിന്റെ, ഉപവസിക്കുന്നതിന്റെ റിസൾട്ട് നമുക്കറിയാൻ കഴിയത്തില്ല. പക്ഷേ ചിലർക്കു വേണ്ടി ദൈവം അത് ചെയ്യും. അന്നാ റിസൾട്ട് കണ്ടില്ലെങ്കിലും ചില ദൈവജനത്തിന്റെ വിടുതലിന് വേണ്ടി ദൈവം നമ്മളെ അവിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാൽ അപ്പോൾ മോശയുടെ മോശയുടെ ത്വക്ക് പ്രകാശിച്ചു. പ്രകാശമുള്ളതായി. നമുക്കറിയാം, മനുഷ്യൻ 3 ഘടകമുണ്ട്. ഒന്ന് ദേഹം, ദേഹി, ആത്മാവ്. ദേഹം എന്ന് പറയുന്നത് മണ്ണിൽ നിന്നും ചിന്തിക്കുന്ന മുഴുവൻ മണ്ണിനെ കുറിച്ചായിരിക്കും. സ്തോത്രം. മണ്ണിന്റെ കാര്യങ്ങളെ കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത്. തിരിച്ചെത്തിയും ഈ മണ്ണിലേക്ക് തന്നെ പോകും. സ്തോത്രം. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴും ഈ ശരീരം ഇവിടെ ഈ പ്രാർത്ഥന ഓടിയിരിക്കുമ്പോൾ തന്നെ നാം എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചു കൂടുന്നു. സ്തോത്രം. ഇന്ന് വൈകിട്ടത്തെ കാര്യങ്ങള്, നമ്മുടെ കുടുംബത്തിന്റെ കാര്യങ്ങള്. സ്തോത്രം. ഇനി സാലറി, ഇനി ഈ മാസം സാലറി മുടങ്ങുമോ, കിട്ടുമോ, പ്രമോഷൻ കിട്ടുമോ. സ്തോത്രം. അല്ലെങ്കിൽ വൈകിട്ട് എന്തോ ഉണ്ടാക്കുന്നത്, വൈകിട്ട് ഡിന്നറിന് സാധനങ്ങളൊന്നും ഇല്ലല്ലോ, ഇനി തോന്നണമല്ലോ. സ്തോത്രം. അപ്പോൾ കഞ്ഞി വേണോ, കൊണ്ടത് വേണോ, എന്ത് വേണം, ഇങ്ങനെ നമ്മൾ ഒരു കൂട്ടം വ്യാധിയുമായിട്ടാണ്. സ്തോത്രം. കൂട്ടായ്മയ്ക്ക് വന്നിരിക്കുന്നു. സ്തോത്രം. അങ്ങനെ വന്നിരിക്കുന്ന ഈ ഒരു ദേഹം മണ്ണിൽ നിന്ന് വന്നതായതുകൊണ്ട് എപ്പോഴും മണ്ണിനോടൊരു മോഹവും മണ്ണിനോടൊരു താല്പര്യം എപ്പോഴും ഉണ്ടായിരിക്കും. പക്ഷേ ദേഹത്തിന്റെ ചിന്ത മണ്ണിനെ കുറിച്ച്, ആത്മാവിന്റെ ചിന്ത, ആത്മാവിന്റെ ചിന്ത എന്ന് പറയുന്നത് ദൈവത്തിങ്കിൽ നിന്ന് വന്നു, ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കണം. ദൈവസന്നിധിയിൽ ചേർന്നിരിക്കണം. തിരിച്ച് ദൈവത്തിലേക്ക് തന്നെ മടങ്ങി പോകണമെന്നുള്ളതാണ് ആത്മാവിന്റെ ചിന്ത എന്നുള്ളത്. അപ്പോൾ ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവും. ഈ ദേഹിയുടെ ചിന്ത എന്ന് പറയുന്നത് ദേഹിയുടെ ചിന്ത അത് മനസ്സാണ്. അത് രണ്ടാമത് മനസ്സാക്ഷിയാണ്. ഒന്ന് ഹൃദയമാണ്. അല്ലെങ്കിൽ ഇച്ഛാശക്തിയാണ്. മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ചിന്തയും അല്ലെങ്കിൽ ചിന്തകളുടെ ഉറവിടം വരുന്നതാണ് മനസ്സ്. എന്താണ്, എന്ത് ചിന്തിക്കും എന്നുള്ളത് അതാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. മനസ്സാക്ഷി എന്ന് പറയുന്നത് അതൊരു കോടതി പോലെയാണ്. നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു തെറ്റിലേക്കോ പാപത്തിലേക്കോ വഴിതെറ്റി വല്ല പോവുകയാണെങ്കിൽ ഒരു കോടതി മുറിയിൽ ഒരു ജഡ്ജി പോലെ നമ്മളെ തിരുത്തും. ഇന്നത് ചെയ്തത് തെറ്റാണ്, ഇതിലേക്ക് പോകുന്നത് തെറ്റാണ്, നീ ചെയ്തത് പാപമാണെന്നുള്ളത് ഒരു കോടതി മുറി പോലെയാണ് മനസ്സാക്ഷി എന്നുള്ളത്. ഇച്ഛാശക്തി എന്നുള്ളത് എന്തും ചെയ്യുവാനുള്ള ഒരു അധികാരം അല്ലെങ്കിൽ ഒരു അവകാശം ചെയ്തിട്ടുണ്ട് ദൈവം തന്നിട്ടുണ്ട്. നമ്മുടെ ദേഹിയാണ് എന്ത് ചെയ്യുവാൻ ദൈവം നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പിടിക്കുന്നൊന്നുമില്ല, അല്ലെങ്കിൽ ഇന്നത് ചെയ്യരുതെന്ന് പറയാൻ തീരുന്നില്ല, നമ്മുടെ കയ്യിലൊന്നും പിടിക്കുന്നില്ല. എന്തും ചെയ്യുവാനുള്ള ഇച്ഛാശക്തിയാണ് ദൈവം അപ്പോൾ രക്ഷിക്കപ്പെട്ടാൽ ആ രക്ഷയിൽ സംഭവിക്കുന്നത് ആത്മാവിന്റെ വീണ്ടെടുപ്പാണ്. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുത്തു. പക്ഷെ നമ്മുടെ ദേഹം ഇതുവരെയും രക്ഷിക്കപ്പെടാത്തത് എപ്പോഴും ആ മണ്ണിനോടുള്ളതിനോട് എപ്പോഴും സ്വതന്ത്രയും ആ ഒരു അട്രാക്ഷൻ ഉണ്ടാകും. മണ്ണിനെ കുറിച്ചുള്ള ചിന്തകളും മണ്ണിനെ കുറിച്ചുള്ള ആഗ്രഹങ്ങളും ഒക്കെ ആയിരിക്കും എപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്നത്. ഈ മോശ സീനായിയുടെ മുകളിലേക്ക് കയറുമ്പോ, മലയുടെ മുകളിലേക്ക് കയറുമ്പോ സാധാരണക്കാരനായിട്ട് കയറുന്നു. പക്ഷേ താഴെ
വ്യത്യസ്തനായി ഇറങ്ങി വന്നു. അങ്ങനെയെങ്കിൽ നമ്മളെ വ്യത്യസ്തനാക്കുന്നത്, നമ്മളെ വ്യത്യസ്ത സ്വഭാവമുള്ളവരാക്കി മാറ്റുന്നത്, നമ്മളെ വ്യത്യസ്ത കൃപയുള്ളവരാക്കി മാറ്റുന്നത് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കണമെന്നോ. ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നവരെയാണ് ദൈവം വ്യത്യസ്ത ശുശ്രൂഷകളെ ഏൽപ്പിക്കുന്നത്. ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നവരെയാണ് ദൈവം വ്യത്യസ്ത സ്വഭാവങ്ങൾ അവരുടെ ജീവിതത്തിനകത്ത് കൈമാറുന്നത്. അങ്ങനെ ഒന്നാമതായിട്ട് മോശയ്ക്ക് സംഭവിച്ചത് അവന്റെ ത്വക്ക് പ്രകാശിച്ചു. പ്രകാശിച്ചു. അപ്പോൾ അത് ജനത്തിന് വീണ്ടും അത് മനസ്സിലായി. ജനത്തിന്റെ ഇടയിൽ അത് മനസ്സിലാക്കുവാൻ തുടങ്ങി. ആദ്യമായി ദൈവ തേജസ്, ദൈവ തേജസ് ഇറങ്ങി വരുന്നവരുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കും. വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും. അത് കാണണമെങ്കിൽ ദൈവ തേജസ് ആദ്യമായിട്ട് ഇറങ്ങി വന്നതറിയാം. സമാഗമനത്തിലാണ് ആദ്യമായിട്ട് ദൈവത്തിന്റെ തേജസ് വലിയ പണി കഴിപ്പിച്ച സമാഗമന കൂടാരത്തിനകത്തേക്ക് മോശ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ തേജസ് ചെയ്തു അവിടെ ഇറങ്ങി വന്നു. അപ്പോൾ ദൈവത്തിന്റെ തേജസ് ആദ്യം ഇറങ്ങി വരുന്ന ഇടമാണ്. രണ്ടാമതായി കടന്നു ഇസ്രായേൽ മക്കൾ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ, ആ യുദ്ധം ഫെലിസ്ത്യരുമായി യുദ്ധത്തിന് പോകുമ്പോൾ വെട്ടവുമായി പോവുകയാണ്. ഫെലിസ്ത്യൻ പെട്ടകം പിടിച്ചുകൊണ്ടുപോയി. ഏലി പുരോഹിതന്റെ കാലഘട്ടത്തിലായി സംഭവിക്കുന്നു. ഒന്നിയും പിനാസും പടക്കളത്തിൽ പട്ടുപോയി. ഒന്നിയും പിനാസും പടക്കളത്തിൽ പട്ടുപോയപ്പോൾ കാണാൻ കഴിയുന്നത് 2 ശമൂവേലിന്റെ പുസ്തകത്തിലാണ്. 1 ശമൂവേലിന്റെ പുസ്തകത്തിലാണ് 4-ാം അധ്യായം. അത് വായിച്ചാൽ ഒന്നിയും പിനാസും 1 ശമൂവേലിന്റെ പുസ്തകം 4-ാം അധ്യായം. ഹല്ലേലൂയ. സ്തോത്രം. പെട്ടകത്തിൽ നിന്ന് വെളിപ്പെട്ട ദൈവത്തിന്റെ മഹത്വം പെട്ടകം പിടിക്കപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? അതില്ലാതായി. ആ ദൈവ തേജസ് അവിടെ ഇല്ലാതായി. പിന്നെ ദൈവ തേജസ് ഇറങ്ങി വരുന്ന സ്ഥലമാണ് ശലോമോന്റെ ദേവാലയത്തിനകത്ത്. ശലോമോന്റെ ദേവാലയത്തിനകത്ത് പുരോഹിതന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കഴിയാത്ത നിലവാരത്തിൽ അവിടെ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വന്നതായിട്ട് നമുക്ക് കാണുവാനായി കഴിയുന്നു. പിന്നെ കാണുമ്പോൾ യഹസ്കേലിന്റെ കാലഘട്ടത്തിനകത്ത് ദേവാലയത്തിനകത്ത് കത്തി നിൽക്കുന്ന നിലവിളക്ക് അതിന്റെ പുറത്തിരിഞ്ഞ് എന്ത് ചെയ്തു? അപമാനിച്ചു. കത്തി നിൽക്കുന്ന ആ നിലവിളക്ക് അതിനെ പുറത്തിരിഞ്ഞ് അതിനെ അപമാനിച്ചപ്പോൾ കത്തി നിൽക്കേണ്ട തേജസ്സിനെ ബഹുമാനിക്കേണ്ടതിന് പകരം എന്ത് ചെയ്തു? അപമാനിച്ചു. ആലയത്തിനകത്ത് മൃഗങ്ങളെയും ഇഴജാതികളെയും എല്ലാം പടങ്ങൾ വെച്ചു. ദൈവ തേജസ് ഇറങ്ങി വരേണ്ടതിനടുത്ത്, ദൈവ സാന്നിധ്യം ഇറങ്ങി വരേണ്ടതിനടുത്ത് അതിന് കൊടുക്കേണ്ടുന്ന ബഹുമാനം കൊടുക്കാതെ എന്ത് ചെയ്തു? അതിന് അപമാനവും അതിന് ബഹുമാനം കൊടുക്കാതെ ഇരുന്നപ്പോൾ ആലയത്തിനകത്ത് താമസ് എന്ന് പറയുന്ന ഒരു ദേവനെ ചെയ്തു ആരാധിച്ചു. ആരാധനയ്ക്കാൻ മറ്റുള്ളവർക്ക് ഈ ആരാധനയ്ക്കകത്ത് മഹത്വം കൊടുക്കുന്നത്, ആലയത്തിനകത്ത് ദൈവമഹത്വം ഇറങ്ങി വരേണ്ടുന്ന ഇടത്തിനകത്ത് മറ്റു പലതിനും മറ്റു പല സാഹചര്യത്തിനകത്തും ഇവർ വില കൊടുത്തു. ഇവരുടെ ദർശനങ്ങൾ മാറിപ്പോയി. ഇവരിൽ ദൈവം കിട്ടിയിരുന്ന ശുശ്രൂഷയ്ക്കകത്ത് മാറ്റം സംഭവിച്ചു. നമുക്കറിയാം പിന്നീട് ദൈവ സാന്നിധ്യം ഇറങ്ങിയ സ്ഥലമാണ് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ, പെന്തക്കോസ്തുനാളിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ആകാശത്ത് ഇടിമുഴക്കം പോലെ മുഴക്കമുണ്ടായി. ഇരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മാവ് പകർന്നു. അങ്ങനെ ദൈവ സാന്നിധ്യം ഇറങ്ങിയ, ദൈവത്തിന്റെ തേജസ് ഇറങ്ങിയ ഒരുപാട് സാഹചര്യം പഴയ നിയമത്തിനകത്തും പുതിയ നിയമത്തിനകത്തും നമുക്ക് കാണുവാനായി കഴിയും. അങ്ങനെ ദൈവത്തിന്റെ കൂടെ ഇരിക്കുമ്പോൾ നഷ്ടപ്പെട്ട ദൈവ സാന്നിധ്യം, നഷ്ടപ്പെട്ട അഭിഷേകം കൊണ്ട് ദൈവം നമ്മളെ നിറയ്ക്കുകയാണ്. ദൈവത്തോട് ആരും കൂടെ ഇരിക്കാൻ തയ്യാറാകുമോ? ചേർന്നിരിക്കാൻ തയ്യാറാകുമോ? ഇന്നകളിൽ നഷ്ടപ്പെട്ട കൃപ, ഇന്നകളിൽ നഷ്ടപ്പെട്ട അഭിഷേകം, ദൈവ സാന്നിധ്യം ദൈവം തിരിച്ചു
തിരിച്ചു തരും. അങ്ങനെ ഈ ദൈവസഭയിലൊക്കെ ദൈവം പറയുന്നു, കുഞ്ഞെ ഏതൊക്കെ മേഖലകളിൽ നിന്റെ മേൽ കിടക്കുന്ന കൃപ നഷ്ടപ്പെട്ടിട്ട് പോയിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇത്തരത്തിൽ ദൈവം പകർന്ന കൃപ നമ്മളിൽ നിന്ന് ചോർന്നു പോയിട്ടുണ്ടോ? നമുക്കറിയാം, നമ്മൾ ചിലർക്ക് ദൈവസന്നിധിയിൽ പ്രാപിക്കുന്നത് പ്രാർത്ഥിച്ചും ഉപവസിച്ചും ദൈവസന്നിധിയിൽ നിലവിളിച്ചും ഒക്കെയാണ് ചിലർക്ക് ദൈവം നമ്മളിലേക്ക് പകരുന്നത്. പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട്, ചില വാക്കുകൾ കൊണ്ട്, ചില കോപങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും? ഇതെല്ലാം പെട്ടെന്ന് നഷ്ടപ്പെടാൻ സാധിക്കും. നഷ്ടപ്പെട്ടത് പക്ഷേ ദൈവസന്നിധിയിൽ തിരിച്ചു കിട്ടണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ വില കൊടുക്കണം. അങ്ങനെയെങ്കിൽ ദൈവാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു, ഇന്നലകളിൽ ദൈവാത്മാവ് നമ്മളിൽ പകർന്നതൊന്നും നഷ്ടപ്പെടുത്തരുത്. നമ്മളിൽ നഷ്ടപ്പെട്ടു പോകാൻ അനുവദിച്ചു കൊടുക്കരുത്. സ്തോത്രം. അത് രണ്ടാമതായിട്ട് ദൈവത്തിന്റെ കൂടെ നിന്നാൽ അവന് സംഭവിക്കുന്നത് പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം വായിച്ചാൽ തന്റെ സ്നേഹിതരോട് സംസാരിക്കുന്നത് പോലെ അബ്രഹാം ദൈവത്തോട് സംസാരിച്ചു. ദൈവത്തിലില്ല ഒരു കാര്യം പോലും മറച്ചു വെക്കുന്നില്ല. നമുക്കറിയാം, നമ്മൾ മറ്റുള്ള മാതാപിതാക്കളോടും അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികളോടും പറയാത്ത കാര്യങ്ങൾ പോലും നമ്മൾ ആരോട് പറയും? നമ്മുടെ സുഹൃത്തുക്കളോട് പറയും, നമ്മുടെ സ്നേഹിതന്മാരോട് പറയും. അങ്ങനെയാണ് ആ സ്നേഹബന്ധത്തിന്റെ ആ ഒരു വലിപ്പം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ദൈവം ഇറങ്ങി വരുമ്പോൾ എങ്ങനെയാ സംസാരിച്ചത്? ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ. എന്ന് വെച്ചാൽ ഒരു സ്നേഹിതനോട് പറയാതെ ഒരു കാര്യം പോലും ആ ദേശത്ത് സംഭവിക്കുന്നില്ല. അവനോട് അറിയിക്കാതെ തന്റെ കുടുംബത്തിനകത്ത് ദൈവം ഒരു കാര്യം ചെയ്യുന്നില്ല. അവനോട് ചേർന്നിരുന്ന് ദൈവത്തോട് പറ്റിയിരിക്കുന്നവരോട് ദൈവം നാളെ കുറിച്ചുള്ള അരുളപ്പാടുകൾ, നാളെ കുറിച്ചുള്ള ദർശനങ്ങൾ, നാളെ അവന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് ദൈവം എഴുതും, അവന്റെ ജീവിതത്തിനകത്ത് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ദൈവങ്ങളെ ദൈവത്തോട് ചേർന്നിരുന്നാൽ ദൈവം നമ്മളോട് നമ്മുടെ തലമുറയോട് നമ്മുടെ ഭാവിയെ കുറിച്ച് പോകേണ്ടത് ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് പറഞ്ഞു തരുവാൻ തുടങ്ങും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൂടെ ഇരുന്നാൽ ദൈവത്തിന്റെ തേജസ്സെങ്കിലും നമ്മളിൽ വ്യാപരിക്കും. 31-ാമത്തെ അതിന്റെ 18-ാം വാക്യം വായിച്ചിട്ടുണ്ട്. 31-ാം അധ്യായം അതിന്റെ ദൈവസന്നിധിയിലേക്ക് കയറി പോകുമ്പോൾ ഈ സാക്ഷ്യമായില്ല. ദൈവസന്നിധിയിലേക്ക് കയറി പോകുമ്പോൾ ദൈവത്തിന്റെ വിരലുകൾ കൊണ്ട് എഴുതിയത് തന്റെ ജീവിതത്തിൽ ലഭിച്ചില്ല. ഉയർന്നിലേക്ക് കയറി താൻ തിരിച്ചു വരുമ്പോൾ ഒരു സാക്ഷ്യ പലകയുമായിട്ട് മോശ ഇറങ്ങി വരുന്നത്. അതിനകത്ത് ഇറങ്ങി വരുന്നതിനകത്ത് എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ വിരൽ കൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയിരിക്കുന്ന ആ സാക്ഷ്യ പലകയുമായിട്ടാണ് മോശ മോശയുമായിട്ട് ഇറങ്ങി വരുന്നത്. അങ്ങനെയെങ്കിൽ ദൈവങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്റെ വിരലുകൾ കൊണ്ട് എഴുതിയത്, ദൈവം തന്റെ വിരൽ കൊണ്ട് നമ്മുടെ ഭാവിയെ നോക്കിക്കൊണ്ട് എഴുതിയത് ഒരാൾക്കും വായിച്ചു കളയാൻ പറ്റത്തില്ല. മാനുഷികമായ കൂലികൾ കൊണ്ട് എഴുതുന്നത് പക്ഷേ വായിച്ചു പോകാൻ പറ്റും, പലർക്കും വായിക്കാൻ പറ്റും, ശത്രുവിന് വായിക്കാൻ പറ്റും. പക്ഷേ ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയിരിക്കുന്ന വാക്തത്വങ്ങൾ, നമ്മളോടുള്ള അരുളപ്പാടുകൾ, നമ്മുടെ ഭാവിയെ കുറിച്ച്, നമ്മുടെ നാളെ കുറിച്ച് ദൈവം എഴുതി വെച്ചിരിക്കുന്ന, ദൈവം തന്റെ വിരൽ കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നത് വായിക്കാൻ, അതുകൊണ്ട് വായിക്കാൻ ഒരു ശത്രുവിനും കഴിയില്ല. അങ്ങനെയെങ്കിൽ ഇത് ഒന്ന് വിശ്വസിച്ചോ, ഒന്ന് വിശ്വാസത്തോടെ പറഞ്ഞാൽ കർത്താവ് എന്നെ
ദൈവം ആഗ്രഹിക്കുന്ന ദൈവപ്രവൃത്തി നാം കാണുവാനായി ഇടയായിത്തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രമേ. പർവ്വതത്തിന് മുകളിൽ നിന്ന യോശുവയോട് ഹല്ലേലൂയ സ്തോത്രമോശമാണു. ഹല്ലേലൂയ മോശയോട് യോശുവ പറഞ്ഞു, താഴ്വാരത്തിനകത്ത് യുദ്ധമുണ്ട്. സ്തോത്രം. പെട്ടെന്ന് ചെല്ലണം. ഹല്ലേലൂയ. പക്ഷേ ആ ശബ്ദത്തെ എതിർത്തു. ഹല്ലേലൂയ മോശയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഇത് ഹല്ലേലൂയ യുദ്ധത്തിന്റെ ശബ്ദമല്ല, ഇത് വേറെ ശബ്ദമാണ്. ശബ്ദത്തെ പോലും തിരിച്ചറിയത്തക്ക നിലവാരത്തിൽ എന്താണെന്ന് തന്റെ ജീവിതത്തിൽ അത് വെളിപ്പെടുത്തത്തക്ക നിലവാരത്തിൽ ദൈവം ചിലരെയൊക്കെ വേർതിരിച്ചറിയാവുന്ന നിലവാരത്തിൽ അവന്റെ ബുദ്ധിയെ മാറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രമേ. നമുക്ക് വായിച്ചാൽ നമുക്ക് വായിച്ചതിന്റെ തൊട്ടടുത്ത് 31 വായിച്ചാൽ കേൾക്കുന്ന ശബ്ദം പ്രതികാരമാണ്. ചിലരെയൊക്കെ വേർതിരിച്ചറിയുവാൻ, ചിലതൊക്കെ തന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് കിട്ടുവാൻ മോശെ അത് വിവേചിച്ചറിഞ്ഞു. എന്ത് ശബ്ദമാണ് പാളയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നത് മുകളിലിരുന്ന മോശയ്ക്ക് തിരിച്ചറിയുവാനായിരുന്നു. അങ്ങനെ ശബ്ദത്തെ വേർതിരിച്ചറിയത്തക്ക നിലവാരത്തിൽ കൂടെയുള്ള മോശയുടെ ജീവിതത്തിൽ അത് മാറ്റി വന്നു. കൂടെയുള്ള മോശയെ സംബന്ധിച്ച് മോശയുടെ ജീവിതത്തിനകത്ത് സംഭവിക്കുന്നത് താഴെ എന്ത് സംഭവിച്ചോ ചില ശബ്ദങ്ങൾ ഇത് മാനുഷികമാണോ, ഇത് ദൈവത്തിൽ നിന്നാണോ എന്ന് വേർതിരിച്ച് മനസ്സിലാകത്തക്ക നിലവാരത്തിലുള്ള ഒരു ശുശ്രൂഷ മോശയുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു. ദൈവങ്ങളെ ചേർന്നിരിക്കുന്നവരുടെ പ്രത്യേകത എല്ലാം കാണുമ്പോൾ അവർക്ക് ദൈവികമായിട്ട് അവർക്ക് തോന്നത്തില്ല. എല്ലാം കാണുമ്പോൾ ചിലവർ കാണുമ്പോൾ ഇതെല്ലാം ദൈവത്തിൽ നിന്നാണോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഉയരത്തിൽ നിന്നുള്ളതാണെന്ന് അവർക്ക് പറയാൻ കഴിയുന്നു. അതിനെ വിവേചിച്ച് തിരിച്ചറിയും. ദൈവത്തോട് ചേർന്നിരിക്കുന്നവർ ചിലർക്ക് വിവേചിച്ച് തിരിച്ചറിയും. ദൈവത്തിൽ നിന്നുള്ളത് വേർതിരിക്കുകയും അതുപോലെ തന്നെ പൈശാചികമായത് തിരിച്ച് വേർതിരിക്കുകയും ചെയ്യും. അങ്ങനെ അവർക്ക് മോശം മനസ്സിലായി, ഇത് പ്രതികാരം ചെയ്യുന്നവർക്ക് ഘോഷമത്രേ എന്ന് പറഞ്ഞു. അപ്പോ ഈ 19 വാക്യത്തിനകത്ത് പറഞ്ഞു, അവൻ പാളയത്തിന് സമീപിച്ചപ്പോൾ കാളക്കുട്ടിയെയും നൃത്തം കൊണ്ട് അപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു. അവൻ പലരുടെ കയ്യിൽ നിന്ന് എറിഞ്ഞ് പർവ്വതത്തിന്റെ അടിവാരത്ത് പൊട്ടിച്ചു കളഞ്ഞു. ദൈവത്തിന്റെ വിരലുകളിൽ നിന്ന് എഴുതിയ ഇതുമായിട്ട് താഴ്വാരത്തിലേക്ക് വരുന്നത് കേറിപ്പോകുമ്പോൾ കൽപ്പനയില്ലായിരുന്നു. മോശയുടെ കർത്തനകത്തിന് കേറിപ്പോകുമ്പോൾ ശൂന്യമായിട്ടുള്ള കരമായിട്ട് മോശ ഉയരത്തിലേക്ക് കയറിപ്പോകും. പക്ഷെ തിരിച്ചറിഞ്ഞ് വരുമ്പോൾ എന്റെ കയ്യിലെന്തുണ്ട്? കൽപ്പനകളുണ്ട്. ദൈവത്തിന്റെ വിരലുകൾ കൊണ്ട് എഴുതിയ കൽപ്പനകൾ. പക്ഷെ എന്താ സംഭവിക്കുന്നത്? പെട്ടെന്ന് താൻ കോപത്തിൽ ദൈവം തന്റെ കയ്യിൽ കൊടുത്ത കൽപ്പന എറിഞ്ഞ് ഉടച്ചു കളഞ്ഞു. അങ്ങനെ ഒരു വാക്ക് കൂടെ പറഞ്ഞപ്പോൾ ഞാൻ ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് തരുന്ന കൃപകളെ പെട്ടെന്ന്
ദേഷ്യത്തിനകത്തും പെട്ടെന്നുണ്ടാകുന്ന കോപത്തിനകത്തും നമ്മുടെ ജീവിതത്തിനകത്ത് വേഗത്തിൽ വരുന്ന ചില സ്വഭാവങ്ങൾക്കകത്തും നാം എറിഞ്ഞ് ഉടച്ച് കളയരുത്. ദൈവം നമ്മുടെ വേണ്ടിയിട്ട ശുശ്രൂഷയെ, കൃപയെ, നിയോഗത്തെ പെട്ടെന്ന് ചിലതൊക്കെ കണ്ട് പ്രതികരിച്ച് ഉടച്ച് കളയരുത്. അങ്ങനെ മോശിക്കുകയോ പ്രാർത്ഥിച്ച് ദിവസങ്ങൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഉപവസിച്ച് കയ്യിൽ നേടിയത് ഒറ്റ നിമിഷം ഉടച്ച് അപ്പോൾ ദിവസങ്ങൾ കൊണ്ട് പ്രാപിച്ചത് നിമിഷങ്ങൾ കൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. ദിവസങ്ങൾ മാസങ്ങൾ നാം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നിന്നും പ്രാപിച്ച നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ കൈകളിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് ഇഷ്ടമുള്ളതാക്കി നാം മാറ്റണം. നാം ചിലതൊക്കെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതികരിക്കേണ്ടതിന് മാത്രമേ നാം പ്രതികരിക്കാവുള്ളൂ. അല്ലെങ്കിൽ മാസങ്ങൾ എടുത്ത് ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നിമിഷങ്ങൾ കൊണ്ട് പറയുന്ന വാക്കുകൾ കൊണ്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മുടെ വാക്കുകൾ കൊണ്ട് അത് നഷ്ടപ്പെടാൻ സാധ്യത. പലപ്പോഴും നമ്മുടെ വാക്കുകൾ തീരണം. നാം ശ്രദ്ധിക്കണം. നാം പലപ്പോഴും മറ്റുള്ളവരെ വിമർശിക്കുമ്പോഴും ദൈവദാസന്മാരെ കുറ്റം പറയുമ്പോഴും അവരുടെ ശുശ്രൂഷകൾ നിൽക്കുമ്പോഴും അവരുടെ കൃപാവരത്തെ നാം ചോദ്യം ചെയ്യുമ്പോഴും നാം ഒന്ന് ചിന്തിച്ചോണം. ഇന്നലകളിൽ നാം പ്രാർത്ഥനാ മുറിയിൽ നിന്നും പ്രാപിച്ചത് ഒരു നിമിഷം കൊണ്ട് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നിന്റെ മേൽ കൃപയില്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ നീ വെറും ഒരു മനുഷ്യനാണ്. ഈ കൃപ നമ്മളെ നഷ്ടപ്പെട്ടു പോയാൽ ഒരു സാധാരണ മനുഷ്യനാണ്. പക്ഷേ നമ്മളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ഇന്നലകളിൽ ദൈവം നമ്മളിൽ പകർന്ന അഭിഷേകമാണ്. അങ്ങനെയെങ്കിൽ ഒരു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഇന്നലകളിൽ പ്രാപിച്ചത്, ഇന്നലകളിൽ ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥന മുറിക്കകത്ത് നിന്ന് നാം നേടിയത് നിമിഷങ്ങൾ കൊണ്ട് നാം ഉടച്ച് കളയരുത്. ദൈവം ആഗ്രഹിക്കുന്നു നാം ചിലതിൽ നിന്നും വേർതിരിക്കാം. നാം ചിലതൊക്കെ നഷ്ടപ്പെട്ടാൽ പിന്നെ തിരിച്ചു കിട്ടണമെങ്കിൽ നാം പിന്നെയും അധികം വില കൊടുക്കണം. ചിലതൊക്കെ ദൈവം നമ്മളിൽ പകർന്നു, അത് നാമായിട്ട് നഷ്ടപ്പെടുത്തി വീണ്ടും ചിലതൊക്കെ അത് തിരിച്ചു പിടിക്കണമെങ്കിൽ ദൈവങ്ങളെ അത് സാധാരണ നിലവാരത്തിൽ പോയാൽ പോരാ, അതിന് നാം ദൈവസന്നിധിയിൽ വില കൊടുക്കണം. പിന്നീട് ഒരുപാട് ദൈവസന്നിധിയിൽ നിലവിളിച്ചു പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഉപവസിച്ചെങ്കിൽ മാത്രമേ ദൈവം നമുക്കത് മടക്കി തരത്തുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം അതിൽ വിശുദ്ധമായി തീരട്ടെ. നമ്മളെക്കാൾ മറ്റുള്ളവർ ശ്രേഷ്ഠരാണെന്ന നിലവാരത്തിൽ നമ്മുടെ മേൽ പകർന്ന കൃപയും ദർശനവും വെളിപ്പാടും അത് ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി ആയിത്തീരുവാൻ ദൈവം നമ്മളെ തന്നെ ഇതുപോലെ ഒരുക്കുകയാണ്. അതിനുവേണ്ടി ഇത് ദൈവം നമ്മളെ ആക്കുകയാണ്. അതിനുവേണ്ടി ഇതുപോലെ നമ്മളെ തന്നെ സമർപ്പിക്കാൻ തയ്യാറുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം കൊണ്ട് നമ്മുടെ മേൽ കിടക്കുന്ന കൃപയെ നാം നഷ്ടപ്പെടുത്തി കളയരുത്. ഒരു നിമിഷം കൊണ്ട് നമ്മുടെ മേൽ ദൈവം ഇട്ടിരിക്കുന്ന ശുശ്രൂഷയെ നാം നഷ്ടപ്പെടുത്തി കളയരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തോട് പറയാം, കർത്താവേ, എന്റെ വാക്കിലെ പ്രവൃത്തിയില് നോട്ടത്തില് ചിന്തകളിൽ ഇടപാടുകളിൽ ഒക്കെ വന്നുപോയ ഇന്ന് പറഞ്ഞാൽ കർത്താവെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് കർത്താവിനോട് ക്ഷമയോദിക്കാൻ തയ്യാറുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തോട് കൂടി ഇരിക്കുന്നവന്റെ ജീവിതത്തിനകത്ത് പ്രാപിക്കുന്ന ദൈവിക തേജസ്സുണ്ട്. നാളെ ദേശം തിരിച്ചറിയട്ടെ, നാളെ ലോകം തിരിച്ചറിയട്ടെ. നിന്റെ മേൽ വ്യാപരിക്കുന്ന സാധാരണ കൃപയല്ല, നിന്റെ മേൽ വ്യാപരിക്കുന്ന സാധാരണ ശുശ്രൂഷയല്ല, ഇവരിൽ എന്തോ വ്യത്യസ്തമായി കാണപ്പെട്ട്. ഹല്ലേലൂയ. അങ്ങനെ കർത്താവേ, ഹല്ലേലൂയ പറയാമോ? കർത്താവേ, അതിലേക്ക് പകരാൻ ഇത് പകരാൻ അതിനെ തന്നെ ഞാൻ ദൈവസന്നിധിയിലേക്ക് തരുന്നു. എന്നെ തന്നെ പൂർണ്ണമായി ഞാൻ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. രാത്രിയുടെ മുഴുവൻ പ്രാർത്ഥിച്ച് തനിക്ക് ബോധിച്ചവരെ യേശു കർത്താവ് തിരഞ്ഞെടുത്ത് അവരോട് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കണം. നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്നാൽ നിങ്ങൾ ചിലത് പ്രാപിക്കുന്നു. നിങ്ങൾ ചിലത് പ്രാപിച്ചാൽ നാളിൽ ഓടുവാനുള്ള കരുത്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് തരുന്നു. ചിലതൊക്കെ നേടണമെങ്കിൽ, ചിലതൊക്കെ പ്രാപിക്കണമെങ്കിൽ ഈ കൃപ കൊണ്ട് പോരാ, ഈ അഭിഷേകം കൊണ്ട് പോരാ.